വീട് പണിയുന്ന പ്ലോട്ടിൽ പ്രകൃതി ഒരുക്കിയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണോ അതിനെ എല്ലാവിധ മനോഹാരിതയോടെയും വീടിനുള്ളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചെങ്കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിന്ന്. എറണാകുളം ജില്ലയിലെ വടക്കംപരവൂരിനടുത്ത് മാഞ്ഞാലിപ്പുഴയുടെ തീരത്തുള്ള ഒരു മൺവീട്ടിലാണ്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞറിയുന്നതിനേക്കാൾ ഉപരി കണ്ടറിയുന്നതാണ് നല്ലത്. മാഞ്ഞാലിപ്പുഴയും അതിൻ്റെ തീരവും സമ്മാനിക്കുന്ന കാഴ്ചകൾ ഈ വീടിനെ വേറിട്ടൊരു അനുഭവമാക്കുന്നു. തൃശ്ശൂർ വാസ്തുകം ഓർഗാനിക് ആർക്കിടെക്ചറിലെ ചീഫ് എഞ്ചിനീയറായ PK ശ്രീനിവാസനാണ് ഈ മൺവീടിൻ്റെ ശില്പി. ഈ വീട് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും സംശയങ്ങളും ആശങ്കകളും ഉണരാം. മഴക്കാലമല്ലേ, മൺവീടിൻ്റെ നിലനിൽപ്പ്, തൊട്ടടുത്തുള്ള പുഴ, പിന്നെ വെള്ളപ്പൊക്കം, അങ്ങനെ പലതും. അത്തരം ആശങ്കകളും സംശയങ്ങളുമെല്ലാം അസ്ഥാനത്താണ് എന്നു തന്നെയാണ് ഇത്തരം നിർമ്മിതികൾ തെളിയിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, കല്ലുപയോഗിച്ച് പുഴയോരം കെട്ടിത്തിരിച്ച് തീരസംരക്ഷണത്തിനായി നിറയെ വിവിധതരം മുളഞ്ചെടികളും നട്ടുപിടിപ്പിച്ച് ചുറ്റുപാടുകളെയും പുഴയോരത്തെയും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം. പുറത്ത് മഴ തിമിർത്ത് പെയ്യുമ്പോൾ ഞങ്ങൾ അകത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. മഴയുടെ താളമേളങ്ങൾ ഏറിയപ്പോൾ പുഴയും ലാൻഡ്സ്കേപ്പും ചേർന്നൊരുക്കിയ ഹൃദ്യമായ കാഴ്ചകൾ ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഫ്രെയിമുകൾ സമ്മാനിച്ചു. മഴയെ വകവയ്ക്കാതെ പുഴയിലൂടെ തോണി തുഴഞ്ഞു പോകുന്ന ഒരു തോണിക്കാരൻ. മഞ്ഞും മഴയും വെയിലും അങ്ങനെ കാലാവസ്ഥയുടെ ഓരോ മാറ്റങ്ങളും ഈ വീടിന് സമ്മാനിക്കുന്നത് ഓരോ കാഴ്ചകളാണ്, അനുഭവങ്ങളാണ്. ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ ചുറ്റുവരാന്തയും പൂമുഖവും പിന്നിട്ട് മണ്ണിൻ്റെ ചുമരിലൂടെ നമ്മുടെ കണ്ണുകൾ സഞ്ചരിക്കുക സീലിങ്ങിലേക്കാണ്. കാരണം ചെറുവൃത്താകൃതിയിലുള്ള ആ ഡിസൈൻ പാറ്റേൺ ആദ്യം തന്നെ കണ്ണിലുടക്കും. ചെറു മൺകുടങ്ങൾ കമഴ്ത്തി വെച്ചാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 നിലകളിലായി എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയും ഒരുക്കിയിട്ടുള്ള ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, കിടപ്പുമുറികൾ, ബാൽക്കണികൾ, ഗസേബു, അങ്ങനെ മോഡേൺ ലൈഫിന് ആവശ്യമായതെല്ലാം ഈ മൺവീട്ടിലുമുണ്ട്. ലിവിങ്ങിനും ഡൈനിങ്ങിനും ഇടയിൽ പാർട്ടീഷൻ ആവുന്നത് സ്റ്റെയർ കേസാണ്. മൺവീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എഞ്ചിനീയർ തന്നെ പറയും. ഈ വീടിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെട്ടുകല്ലാണ് നമ്മൾ ചുമരിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് എക്സ്പോസ്ഡ് ആണ് ഔട്ട്സൈഡ്. ഇൻസൈഡ് നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥന് വയനാട് ഒരു ലാൻഡുണ്ട്. അവിടുന്ന് എനിക്ക് 2-3 തരം മണ്ണ് നമുക്ക് അവിടുന്ന് കിട്ടിയത്. ഹില്ലേരിയയിലാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പലതരത്തിലുള്ള മണ്ണിൻ്റെ അവൈലബിലിറ്റി ഉള്ളത്. വയനാട് ഹില്ലേരിയയിൽ എനിക്ക് പലതരത്തിലുള്ള പിങ്ക്, അതുപോലെ ഇവിടെ നമ്മളൊരു വാള് നമ്മൾ വയനാട്ടിലുള്ള പുറ്റുമണ്ണ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. കറുത്ത മണ്ണാണ് പുറ്റുമണ്ണ്, പക്ഷെ അതിവിടെ ചെയ്തു വന്നപ്പോൾ ഒരു ഗ്രീൻ ടച്ച് ഇതിലിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മഞ്ഞ, പിന്നെ പിങ്ക്, അങ്ങനെ പലതരം മണ്ണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ മണ്ണുകൊണ്ട് പ്ലാസ്റ്ററിംഗ് ആണ് ഇൻസൈഡ് മുഴുവനും ചെയ്തിട്ടുള്ളത്. ഇതിൽ മണ്ണിൻ്റെ പ്ലാസ്റ്ററിംഗ് കൂടാതെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്ററിംഗ് ലൈം പ്ലാസ്റ്ററിംഗ് ആണ്. കുമ്മായത്തിൻ്റെ ആക്ച്വലി മണ്ണിൽ നമ്മൾ കുറച്ച് സിമെൻറ്റ് ആഡ് ചെയ്യും, പക്ഷെ ലൈം പ്ലാസ്റ്ററിങ്ങിൽ ഒട്ടും നമ്മൾ സിമെൻറ്റ് ആഡ് ചെയ്യും.
പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള പലതരം മണ്ണുകൾ ഈ വീടിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം വീടുകൾ പകരുന്ന ജീവിത സൗഖ്യം തന്നെയാണ് ആളുകൾക്ക് മൺവീടുകളെ പ്രിയപ്പെട്ടതാക്കുന്നത്. ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ആർക്കും ഉപയോഗിക്കുവാൻ കഴിയുന്നതും പൊളിച്ചു കളഞ്ഞാൽ പ്രകൃതിക്ക് ഹാനികരമാകാത്തതുമായ നിർമ്മാണ സാമഗ്രി കൂടിയാണ് മണ്ണ്. മണ്ണിൻ്റെ സാധ്യതകളെ ഇനിയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പരിസര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഭംഗി കൊണ്ട് വീടിനൊപ്പമോ അല്ലെങ്കിൽ അതിലുപരിയോ പ്രാധാന്യം കൈവന്നിട്ടുണ്ട് ഇവിടുത്തെ ഔട്ട് ഹൗസ് എന്നോ ഗസേബു എന്നോ പാർട്ടി ഏരിയ എന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഇടം. കരിങ്കല്ലിൻ്റെ ചുമരുകളും സ്റ്റെയർകേസിൻ്റെ പിയാനോ സ്റ്റെപ്പുകളും മെറ്റീരിയലുകളുടെയും ഡിസൈനിങ്ങിൻ്റെയും വൈവിധ്യവും പ്രാധാന്യവും വെളിവാക്കുന്നു. മണ്ണിട്ട് പൊക്കിക്കെട്ടി തട്ടുകളായി തിരിച്ച് വളരെ പ്ലാനിങ്ങോടെ ഒരുക്കിയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ നിറയെ വിവിധതരം മുളകളും ഫലവൃക്ഷങ്ങളുമാണ്. മാറി വരുന്ന കാലാവസ്ഥയിലുണ്ടാകുന്ന ഓരോ മാറ്റവും ഒപ്പം മാഞ്ഞാലിപ്പുഴയും മുളയുടെ ദലമർമ്മരവും ചേർന്ന് ഈ മൺവീടിനെ ഒരു കാവ്യശില്പം പോലെ മനോഹരമാക്കുന്നു.